അതെ നമുക്ക് നമ്മളിപ്പോ ഖത്തറിലാണല്ലോ ഉള്ളത്. അപ്പൊ ചില ആൾക്കാർക്ക് പുതിയ നമ്പർ എന്താ മനസ്സിലാവും. അപ്പൊ ഈ ഖത്തറില് സത്യത്തിൽ ഇപ്പൊ ഒരു വാഹന ഉപഭോക്താവ് ഒരു വണ്ടിയുള്ള ഫേസ് ചെയ്യാൻ ഏറ്റവും വലിയൊരു പ്രശ്നം ഇവിടെ നല്ലൊരു ഗ്യാരേജ് സംവിധാനം ഇല്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ ഇല്ല എന്നുള്ളതാണ് നമ്മളടുത്ത ആൾക്കാർ പറഞ്ഞിട്ടുള്ളതും നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ളതും. പിന്നെ നമ്മൾ ഇത് ഡീൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ അങ്ങനെ കൊടുക്കാൻ പറ്റിയ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു ഗ്യാരേജ് ഇത്ര കാലമായിട്ട് നമുക്ക് എല്ലാം കൊണ്ട് ഓക്കെ എന്ന് പറയാനൊരു ഗ്യാരേജ് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. എന്നുവെച്ചാൽ ഒരു കോമൺ മാൻ POV പറയുകയാണെങ്കിൽ ഓക്കെ നല്ല സ്പെക്ക് വണ്ടി മീൻസ് കുറച്ച് പ്രീമിയം വണ്ടിക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവരെ പ്രൈസ് റേഞ്ച് എന്തെങ്കിലും ഡിഫറെൻ്റ് ആണല്ലോ. പിന്നെ വേറെ എന്തെന്ന് സംബന്ധിച്ചാൽ അപ്പീലിംഗ് ആയ പല ഗ്യാരേജ് ഇവിടെ ഉണ്ട്. പക്ഷേ അവരെ വർക്ക്മാൻഷിപ്പും അവരെ മെത്തേഡ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അവരെ ഗ്യാരേജിന്റെ ഒരു ക്വാളിറ്റി അവരെ വർക്കിന് കാണുന്നില്ല അല്ലേ? വർക്കിന് കാണുന്നില്ല. അതന്നെ, അതായത് ഒരു കംപ്ലീഷൻ ഫീൽ ഇല്ല. അതായത് ഇപ്പൊ നമുക്ക് ഓക്കെ ചില ഗ്യാരേജുകളിൽ ഓക്കെ അവരുടെ വർക്കിന്റെ സ്പീഡ് അത് ഓക്കെ ആയിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ വർക്കിന്റെ ഫിനിഷ് എന്തായാലും ഇല്ല. അതായത് ഇപ്പോൾ ഈ പാനൽ കവറുകൾ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് പാനൽസിന്റെ ക്ലിപ്പുകൾ അതൊന്നും ചിലപ്പോൾ നല്ല രീതിക്ക് ഫാസ്റ്റ് ചെയ്യണവരാവില്ല. നല്ല രീതിയിൽ നല്ല സ്പീഡിൽ വർക്ക് ചെയ്യണ ഒരു മെക്കാനിക്. പിന്നെ നമ്മൾ എക്സ്പെർട്ട് ആയിട്ട് ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. മറ്റൊരു സംഭവം ഉണ്ടല്ലോ, എന്താ പറയുക, ലേബർ ക്വാളിറ്റി ടൈം, ഇത് മൂന്നും കൂടി സംഭവം രണ്ടും എന്നാ ചൂസ് ചെയ്തൊന്നും കിട്ടൂല. ഇതെല്ലാം കൂടി ഒന്നും ശരിയാവുന്നില്ല. ബട്ട് ഒരു ആവറേജിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഡീസെന്റ് കോസ്റ്റ്, പിന്നെ ഒരു ഡീസെന്റ് ക്വാളിറ്റി ഓഫ് വർക്ക്, പിന്നെ ഒരു കമ്പാരിറ്റീവ്ലി ബെറ്റർ ടൈമിൽ കിട്ടുകയാണെങ്കിൽ വളരെ ഓക്കെയാണ്. ഇഷ്ടംമാതിരി കസ്റ്റമേഴ്സിന് കിട്ടും. അളിയപ്പണി വളിലോ സ്റ്റോറേജ് നാണം കിടത്ത വഴി ഓക്കെ അടിച്ചു വിടാം. മൂടുപോയാ ഏതോ സ്റ്റോറേജ് അല്ല, നമ്മള് പരിപാടി നമ്മൾ പറഞ്ഞു അത് തീർക്കണം. അല്ലെങ്കിൽ അറിയാലോ, അല്ലെങ്കിൽ 2 സബ്സ്ക്രൈബേഴ്സ് ഉള്ള അവരിട്ടിട്ട് സ്റ്റിൽ റണ്ണിങ് ചെയ്യാൻ പാടില്ല. അത് വിട്, നമ്മൾ കം ബാക്ക് ടു ദ പോയിന്റ്. അതായത് വെച്ചാൽ നമുക്കൊരു ഇപ്പൊ നമ്മളിപ്പോ ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യണോണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഒന്നും കൂടി ഡീപ്പായിട്ട് ഇവരെ വർക്ക്മാൻഷിപ്പും കാര്യങ്ങളും അസസ് ചെയ്യാൻ പറ്റുന്നോണ്ട് തന്നെ നമുക്ക് പല ഗ്യാരേജ് നമ്മൾ പോയാലും നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇപ്പൊ ഇന്ന് നമ്മള് ഗ്യാരേജ് പോയി, അതെന്തെങ്കിലും ആവട്ടെ, ഏതേ ഗ്യാരേജ് ആവട്ടെ, പക്ഷെ എന്താ സംഭവിച്ചില്ല, അവരെ പ്രൈസ് അട്രാക്റ്റീവ് ആയിരുന്നു, ഭയങ്കര അപ്പീലിംഗ് ആയിരുന്നു, നല്ല ക്ലീൻ ഗ്യാരേജ്. പക്ഷെ അവര് ഇപ്പോൾ നമ്മളൊരു ഒരു പാക്കേജാണ് എടുത്തത്, ട്യൂണപ്പ്, എഞ്ചിൻ ട്യൂണപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എഞ്ചിൻ ക്ലീനിങ്, ത്രോട്ട് ക്ലീനിങ്, ഓക്സിജൻ ക്ലീനിങ്, എല്ലാതും സ്കാനിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ അവർ നമ്മളെ വെൽക്കം ചെയ്ത് അവർ പറഞ്ഞ് ഇത് നമ്മൾ ഫുള്ള് അതാക്കി ചെയ്യും, നമ്മൾ ഫുള്ള് ഡയഗ്നോസ് ചെയ്തിട്ട് ഏതാണ് പാർട്ട് എന്നൊക്കെ. അവരെ വർത്താനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ അവർ ചെയ്തു വന്നപ്പോൾ രാവിലെ അവർ റിപ്പോർട്ട് അയച്ചു, ഒരു ഹെൽത്ത് റിപ്പോർട്ട് അയച്ച് സ്റ്റാർട്ടബിലിറ്റി മാൽഫങ്ഷൻ ഓൾറെഡി വണ്ടിക്ക് ഇഷ്യൂ ആയിട്ട് വന്നു. ആ ഒരു കോഡ് അതിലുണ്ട്. നമ്മൾ മുമ്പ് നോക്കിയ കോഡ് തന്നെ, വേറെ പെർട്ടിക്കുലർ ആയിട്ട് അവർ ഡീപ്പായി ഡയഗ്നോസിസ് ഒന്നും ചെയ്തിട്ടില്ല സംഭവത്തിൽ. അപ്പോൾ പിന്നെ അത് നമ്പർ 1 ഫസ്റ്റ് പറഞ്ഞ ആ ഒരു പ്രോമിസ് മിസ്സായി. എന്ത് പ്രോപ്പറായി ഡയഗ്നോസ് ചെയ്ത് ഇന്ന പാർട്ട് നോക്കിയിട്ട് ആ പാർട്ട് ഫോക്കസ് ചെയ്തിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്, അത് നമുക്കവിടെ മിസ്സായി. സെക്കൻഡ്ലി നമ്മളവരെ വിളിച്ച് പറഞ്ഞു എന്ത് അവർ ഇഞ്ചക്ടർ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ വരണം, നമ്മൾ ഫിസിക്കലി നമ്മൾ പ്രസൻസിൽ ചെയ്താൽ മതി, കാരണം നമുക്ക് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നല്ല കാര്യമായി. നമ്മൾ അവിടെ എത്തിയപ്പോൾ അവരെ മെത്തേഡ്സ് എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്നല്ല, തീരെ പോരാ. ആഫ്റ്റർ ദാറ്റ് പിന്നെ അത് മാത്രമല്ല, ഇവർ ഇഞ്ചക്ടർ ടെസ്റ്റ് മെഷീനിലെ ഫോൾട്ടാണ്, അതിൻ്റെ ഫ്രീക്വൻസി ഡ്രൈവിലൊക്കെ ഉള്ള ഇഷ്യൂ വേറെ. പിന്നെ അതിൻ്റെ കണക്ടർ, ഇങ്ങനെയൊക്കെ സ്ഥലം മനസ്സിലാവും, ഇങ്ങനെ പിടിക്കണം, അതിൻ്റെ ഇഞ്ചക്ടറിൻ്റെ കണക്ടർ അല്ല ഒരു സംഭവം ഉണ്ട്. ലീക്ക് ടെസ്റ്റ് ഫൈൻ ആണ്. കാരണം ലീക്ക് ടെസ്റ്റിൽ ഇഞ്ചക്ടർ ഡ്രൈവ് ചെയ്യില്ലല്ലോ. അപ്പൊ ആ ഒരു കാര്യം മാത്രമൊക്കെ. പക്ഷെ അതിന് മുമ്പ് അവർ പ്രഷർ ടെസ്റ്റ് ചെയ്ത്, വോളിയം ടെസ്റ്റ് ചെയ്ത്, വോളിയം ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കരമായിട്ട് ഫോൾട്ട് വരും. കാരണം ഇഞ്ചക്ഷൻ മറ്റേ കണക്ടർ ലൂസ് കോണ്ടാക്ട് ആയിരുന്നു. അപ്പോ അങ്ങനെ കുറെ കോമഡി. പക്ഷെ എന്നിട്ട് ഇവര് അതെന്താ പറയണെന്ന് വെച്ചാല്
അത് ഫ്ലോ ടെസ്റ്റ് കുഴപ്പമുള്ളതല്ല, മറ്റേ ടെസ്റ്റിൽ ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണ്. എന്ന് വെച്ചാൽ എല്ലാതും യൂണിഫോം ആയിട്ട് വരണല്ലോ 8 സിലിണ്ടർ. ഓരോരുത്തരും 8 സിലിണ്ടറിന്റെ മെഷീനിൽ ഒരു 4 സിലിണ്ടർ ഇട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ കുറെ മെത്തേഡിലുള്ള ഇഷ്യൂകള് പിന്നെ ഇവര് ചെയ്യുമ്പോൾ ഇവര് നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കുകയാണ്. ഇവർക്ക് നമ്മൾ പറയണതൊന്നും എടുക്കാനുള്ളൊരു മൈൻഡോ അല്ലെങ്കിൽ അവർ പ്രിപ്പയർഡ് അല്ല ഇതിനൊന്നും വേണ്ടിയിട്ട്. അവര് ചെയ്യുന്ന മെത്തേഡ് എന്താണോ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാ, നോ മാറ്റർ വിചാരിച്ചൊരു ഗാരേജിന്റെ അവസ്ഥയാണ് ഇപ്പൊ. അതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഒരു ആവറേജ് ഗാരേജിന്റെ അവസ്ഥ. നമുക്ക് എന്താ വെച്ചാല് ഇപ്പൊ എന്റെ ഒരു POVയിലേക്ക് മനസ്സിലായെന്ന് വെച്ചാല് വസ്വാസ് വിട്ടൊരു കളി ഇതിൽ നമുക്കൊന്നും കിട്ടൂല. പിന്നെ ഒരു കസ്റ്റമറോട് നമ്മൾ ഏത് ഗാരേജിൽ കൊടുക്കാന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാല് ഈ ഒരു ലൊക്കാലിറ്റിയിൽ ഒരു ഗാരേജ് മനസ്സിൽ വരുന്നില്ല. കാരണം ട്രസ്റ്റ് ചെയ്തൊരു വണ്ടി കൊടുത്തിട്ട് അത് ഫുൾ ക്ലിയർ ആക്കിയിട്ട് തരും എന്നുള്ളൊരു കോൺഫിഡൻസ് ഇല്ല. ഇപ്പൊ ഇൻജക്ടറിന്റെ ഒക്കെ കോണ്ടാക്ട് ഇല്ല, പിന്നൊക്കെ വിളിച്ച് ട്രബിൾസ് ഇനിയും വരാനേ ചാൻസ് ഉള്ളൂ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോഴുള്ള ഇഷ്യൂ എന്ന് വെച്ചാല്. അല്ല പറയുമ്പോ ഇതിന്റെ ഒറ്റക്കുള്ള വ്ളോഗാണോ മനസ്സിലായില്ല. അത് ചില സ്ഥലം മനസ്സിലാണ്ട്. അല്ലെങ്കിൽ ഞാൻ അതിന് പേര് പറഞ്ഞ നമുക്ക് ഡിലീറ്റ് അവിടെ ബീപ്പിടാ. കറക്റ്റാണ് കറക്റ്റാണ്. അപ്പൊ തൽക്കാലം നിർത്തിയിട്ട് വി ആർ സൈനിങ് ഓഫ്. ബൈ ബൈ.